അടുത്തതായിട്ട് നമ്മുടെ കുക്കറി ചെയ്യാൻ പോകുന്ന ഒരു കുന്നംകുളത്തുകാരൻ പുലിയാണ്. പേര് ജെനി. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫാമിലിയാണ്. ഇത് വൈഫ് രേഖ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ചിക്കൻ പൊട്ടിത്തെറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിഷിൻ്റെ പേര് പോലെ തന്നെ ഞാൻ കുറച്ച് ദൂരെ മാറിയിരിക്കുന്നതായിരിക്കും നല്ലതല്ലേ? ഹസ്ബൻഡ് വൈഫ് കൂടെ പൊട്ടിത്തെറിച്ച് അല്ല, അങ്ങനെയല്ല, ചിക്കൻ പൊട്ടിത്തെറിച്ചിട്ട് നിങ്ങൾ സഹിച്ചോളൂ അത്. അതെ, അങ്ങനെ പൊട്ടിത്തെറിക്കാം. ഓക്കെ, ഇത് നിൽക്കാമോ ഇവിടെ? ധൈര്യമായിട്ട് നിൽക്കാം, കുഴപ്പമില്ല. ഈ പേര് പോലെ അത്രയും പൊട്ടിത്തെറി ഇല്ല. ഇല്ല. ഓക്കെ, ഇത് എവിടത്തെ ഡിഷാണ്? ഇത് സത്യം പറഞ്ഞാൽ കുന്നംകുളത്തെ സ്വന്തം ഒരു കോഴിയാണ്. അതിലേക്ക് 3 ഉള്ളി. മധുരം കൂടുതൽ. അതെ, അത് കാരണം പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ ശരിക്കും പൊട്ടിത്തെറിക്കണ്ടേ. അപ്പോൾ പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ സ്പൈസി ആണോ? സ്പൈസിയാണ്. അതിൻ്റെ പുറകിൽ ഒരു ഇതുകൊണ്ട് കുന്നംകുളത്ത് നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള കാരണം കൊണ്ട്. കുന്നംകുളം ഈസ് സാധാരണ ഒരുപാട് ഫേമസ് ഏരിയയാണ് ഈ ഫയർ വർക്സിന്, കുന്നംകുളം, തൃശ്ശൂർ ആ ഏരിയയിലൊക്കെ. അപ്പോൾ കുന്നംകുളത്തുള്ള കാര്യങ്ങളൊക്കെ പടക്കവും ഗുണ്ടും അമുട്ടും എല്ലാം ഉണ്ട് അവിടെ. അങ്ങനെയും കൂടി ഒരു ഇത് ചേർത്തിട്ടാണ് ഈ പേരിടാൻ കാരണം. ഓക്കെ, അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, പേഴ്സണലാണ്. യെസ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഗുണ്ടും അമുട്ടും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവോ വയറ്റിനുള്ളിൽ? അത് പിറ്റേ ദിവസം അറിയത്തുള്ളൂ. എങ്ങനെ ഹസ്ബൻഡ് നന്നായിട്ട് കുക്ക് ചെയ്യാറുണ്ടോ? അസലായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഫ്രീ ആണല്ലേ? അപ്പോൾ എന്തൊക്കെ ഡിഷുകളാണ് ഈ കോണ്ടിനെന്റൽ ഒക്കെ ഉണ്ടാക്കാറുണ്ട്? ഏതാ ചൈനീസ് ആണോ ഇഷ്ടം, കോണ്ടിനെന്റലാണോ? ചൈനീസ്, കോണ്ടിനെന്റൽ, നാടൻ സാധനങ്ങളോ? ഇറ്റാലിയൻ, നാടൻ. പക്ഷേ പച്ചക്കറി വെക്കാൻ അറിയില്ല. ഫാമിലിയിൽ തന്നെ ഉള്ള ചില റെസിപ്പീസ് ഉണ്ട്. ഇവരുടെ കുത്തക 2 ജനറേഷൻസ് ആയിട്ട് കൈമാറി വരുന്ന ചില റെസിപ്പീസ്. അതിൽ ഒന്നാണ് ബ്ലാക്ക് റോസ്റ്റ് എന്ന് പറയും, ചിക്കൻ ഒരു ബ്ലാക്ക് റോസ്റ്റ്. അതുപോലെ കുന്നംകുളത്തുള്ള ബിരിയാണി. വേറെ നമ്മുടെ നോർത്ത് കേരള ബിരിയാണി ആയിട്ട് വ്യത്യാസമുണ്ടോ? വളരെ വ്യത്യാസമുണ്ട്. വേറെ സ്പൈസസ് ഒന്നുമില്ല, പച്ചമുളകാണ് അതിൽ ജാസ്തി യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബിരിയാണി ഇവരുടെ ഒരു കുത്തക. പിന്നെ അതുപോലെ ഈസ്റ്ററിന് ഒരു ചിക്കൻ റോസ്റ്റ്, അത് വളരെ സ്പെഷ്യൽ ആയിട്ട് ഈ തുന്നി കുത്തിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്റ്റഫ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുന്നത് അല്ലേ മൊത്തം. അങ്ങനെ 1-2 സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷസ് ഉണ്ട്. ശരി, അപ്പൊ ആള് പുലിയാണ്. അതെ, കണ്ടോ, എനിക്ക് കറക്റ്റ് മനസ്സിലായി, പുലിക്കോട്ടിലെന്നാ വീട്ടുപേര്. ഉള്ളി ഒരു പാകത്തിന് വഴന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഇഞ്ചി, ഒരു ചിക്കന് ഏതാണ്ട് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ വെളുത്തുള്ളി അത് ഒരു ചിക്കൻ ഏതാണ്ട് ഒരു 8 അല്ലിയോളം ദുബായിലത്തെ വെളുത്തുള്ളി. നാട്ടിലത്തെ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 30 ചീര, ഒരു 1.5 കുടം അല്ലെങ്കിൽ അത് ഇതിന്റെ പൊട്ടിത്തെറിയുടെ തുടക്കമുള്ള കാര്യങ്ങളാണ്. അല്ല, ഇതിനകത്ത് ചേർക്കാത്ത ഇൻഗ്രീഡിയൻസിനകത്ത് രഹസ്യമായിട്ട് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ടോ? ഇല്ല, മാജിക് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇതിനകത്ത്. ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്, അത് ഒരു ശാസ്ത്രം പറയുന്നത് ഒരു വെള്ളം എടുത്താലും അറിഞ്ഞിട്ട് എടുക്കണമെന്ന്. മനസ്സിലായില്ല? അപ്പൊ ഇത് ഹൃദയത്തിൽ നിന്ന് വരണതാണ്. ഓക്കെ. അല്ല, ഇതൊക്കെ പറഞ്ഞു വെച്ചതാണോന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഈ കുക്കിംഗ് ഒക്കെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണെന്ന്. ഇനി മസാലകൾ, മുളക് പൊടി, അത് കാശ്മീരി ചില്ലി പൗഡർ ആണോ? അത് ശരിക്കും പറയുകയാണെങ്കിൽ കളറിന് വേണ്ടി ചേർക്കുന്നതാണ് അധികം. പിന്നെ ഉപ്പേരി മുളക് പൊടി, അതായത് നമ്മുടെ നാട്ടിൽ പറയുന്ന ഉപ്പേരി മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ. അതൊരു ഉണ്ടമുളകിന്റെ പൊടി. അതെ, അതൊരു അപ്പിയറൻസിന് വേണ്ടിയിട്ടാണ്. അത് ചേർത്ത് നന്നായിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇടുകയാണ്. ചിക്കൻ ഇട്ട് നന്നായി യോജിച്ച് ബാക്കിയുള്ള എണ്ണ കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കണം. കാരണം ചിക്കൻ ഹൈ ഫ്ലെയിമിലാണ് ഇതിനകത്ത് വേവിക്കുന്നത്. അതായത് ഒരു ചെറിയൊരു ബ്രൗണിഷ് ടിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈ ആണ് അല്ലേ? അതെ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്ലെയിം കൂട്ടണം. ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇപ്പം തന്നെ ചേർക്കും.
ഇനി ഞാനൊരു ജാമ്യം എടുത്തോട്ടെ. ഇത്രയും നേരം നമ്മുടെ മലയാളി സാധനങ്ങളാണ് ചേർത്തത്, നമ്മുടെ കേരള തനിമയുള്ള സാധനങ്ങളാണ്. ഇനി കുറച്ച് ചൈനീസ് തനിമയുള്ള സാധനങ്ങളാണ് ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ പ്രേക്ഷകർ സദയം ക്ഷമിക്കുക. ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറാവണം അല്ലേ? ഓക്കെ. ആ, ഒരു 4-5 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഇച്ചിരി വലിയ സ്പൂണിന് 2 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു. അപ്പോൾ ഇതിൻ്റെ പൊട്ടിത്തെറി എന്ന് പറയുന്ന പാർട്ട് വരുന്നത് കഴിക്കുമ്പോഴാണ്. അതെ. കഴിച്ച ഇപ്പോൾ ചിക്കൻ ഒരുവിധം വെന്തു വറുത്തമാരിയായി. ഇനി അതിനെ കൂടുതൽ ഒന്ന് ഉള്ളു വേവിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളമാണോ അത്? അതെ. ആ, ഓക്കെ. അല്ല, എണ്ണയും ഇതുപോലത്തെ പാത്രത്തിലായിരുന്നു. അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല ബ്രൗൺ കളറിലായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളത്തിൽ കിടന്ന് വേവുക അല്ലേ? അതെ, വെള്ളത്തിൽ കിടന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കും. റെഡി. അത് കഴിഞ്ഞാൽ കഴിക്കാൻ ready. പൊട്ടിക്കറി ഈസ് റെഡി. ഓക്കെ. എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ മലയാളികളാണ് എല്ലാവരും, നല്ല കൂട്ടായ്മയാണ്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഒരു വലിയ ബൗളിലാണ് നമ്മൾ ആ കൊഞ്ച് റോസ്റ്റ് വെച്ചിരുന്നത്. അത് ഒരു 5 മിനിറ്റ് കൊണ്ട് തീർത്തിട്ട് നിൽക്കുകയാണ്. അടുത്ത സാധനം റെഡിയാവുന്ന കാത്ത് ചതിയിൽപ്പെടാൻ ഞാൻ ഒരുക്കം. പരീക്ഷണശാലയിൽ എന്താണ് വിരിഞ്ഞ ഒരു പൊട്ടിത്തെറിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈ പൊട്ടിത്തെറി കാത്തിട്ട് കുറെ ടീമുകൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എന്തായാലും ഇത് കണ്ടിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി ഇത് ടേസ്റ്റ് കൂടെ ചെയ്ത് നോക്കണം. വേണ്ട, പാത്രമൊന്നും വേണ്ട. നടക്കത്തില്ല, ശരിയാകത്തില്ല. അതല്ല, ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ പോരാ. അതല്ല, ഞാൻ 800 ഗ്രാമിന്റെ ചിക്കൻ മേടിച്ചു. ഓ, അത് ചെറുത് കിട്ടിയില്ല. സൂപ്പർ സൂപ്പർ. താങ്ക് യു. അപ്പോൾ പരീക്ഷണം കൂടെ കൂടെ ചെയ്യുക. നമ്മുടെ നാടൻ സാധനമാണ്. അതിനകത്ത് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ചേർത്ത് സോയാ സോസും പിന്നെ ടൊമാറ്റോ അതില്ലെങ്കിൽ വെള്ളം ഊറിക്കൊണ്ടിരിക്കുക. സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് രുചികരമായ ഒരു സംഭവം. ചിക്കൻ പൊട്ടിത്തെറി ജപ്പാനാണ് കേട്ടോ ആള്. അതെ.